രാം നാരായണ രാം. ഈ കാര്യമാണ് എല്ലാവർക്കും അറിയുക. പ്രകൃതി നമ്മളെ എല്ലാവരെയും സമാനമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ആരോടും വ്യത്യാസമില്ല. പക്ഷേ ഭൂമിയിൽ ഉണ്ടായ ചില അത്ഭുതാത്മക ഗുരുക്കന്മാർ മനുഷ്യരെ വ്യത്യസ്ത ജാതികളിലും മതങ്ങളിലും വിഭജിച്ചു. അതുവഴി എല്ലാവരുടെയും മനസ്സിൽ പരസ്പര വ്യത്യാസം ജനിച്ചു. ആളുകൾ ജാതി മതത്തെ അടിസ്ഥാനമാക്കി എല്ലാം ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്തുകൊണ്ട് മറക്കുന്നു? നമ്മൾ എല്ലാവരും ഒരേ ഭൂമിയുടെ ജീവികൾ ആണെന്ന്. എല്ലാവരും ഒരേ ഭൂമിയിൽ താമസിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് സമൂഹം ജാതിവാദം മതത്തിൻ്റെ പേരിൽ ഭൂമിയെ ഭാഗങ്ങളാക്കി വിഭജിച്ചത്? ഇത്തരം നിലനിൽക്കുകയാണെങ്കിൽ മുഴുവൻ ലോകം പരസ്പര ശത്രുക്കളായി മാറും. എന്നാൽ നമുക്ക് ശത്രുത നൽകേണ്ടതില്ല. സ്നേഹത്തിൻ്റെ സന്ദേശം നൽകുന്നവരാകണം. ഹൃദയങ്ങളിൽ വെറുപ്പ് കൊള്ളാതെ സ്നേഹത്തിൻ ബീജം നട്ടുവളർത്തണം. ഇന്നത്തെ ആധുനിക ഇന്ത്യയിൽ പോലും മതവും ജാതിയും അത്രമേൽ ഗാഢമായ വിഷയം ആണ്. അത് ജനങ്ങളുടെ മനസ്സുകളിൽ ശക്തമായ കെട്ടുപാട് പിടിച്ചിട്ടുണ്ട്. അത്ര ശക്തമായ പകർച്ചയിൽ ജനസംഖ്യയുടെ ഭൂരിഭാഗം അതിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. എല്ലാവരെയും കർമ്മം പ്രകൃതി അടിസ്ഥാനമാക്കി പരിഗണിച്ച് അതനുസരിച്ച് മുഴുവൻ പ്രക്രിയകൾ നടക്കുകയാണെങ്കിൽ ഓരോ വർഗവും പ്രദേശവും പ്രധാനമായും പകുതിയിലധികം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കപ്പെടും. ഭാരതത്തിൽ ജാതി മതപ്രശ്നങ്ങൾ 100 വർഷങ്ങളായുണ്ട്. ഇത് സമൂഹത്തെ വിഭജിച്ച് വിവിധ കൂട്ടായ്മകളാക്കി വിഭജിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ജാതി വ്യവസ്ഥയും മതത്തിൻ്റെ പേരിൽ നടക്കുന്ന വ്യത്യാസം മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്. മാത്രമല്ല സാമൂഹിക പുരോഗതിക്കും തടസ്സം സൃഷ്ടിക്കുന്നു. ജാതി ഒരു സാമൂഹിക ഘടനയായിരുന്നുവെന്ന് സമൂഹത്തിലെ ജോലി വിഭജിക്കാനായി രൂപീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ കാലക്രമേണ ഇത് സ്ഥിരതയുള്ള തിരിച്ചറിയലും വ്യത്യാസവും സൃഷ്ടിച്ചു. ജാതി അടിസ്ഥാനത്തിൽ ഉയർച്ച താഴ്വര എന്ന ധാരണ സമൂഹത്തെ വിഭജിച്ചു. ഇതുവഴി നിരവധി വർഗങ്ങളും ലഘുലക്ഷ്യരും വിദ്യാഭ്യാസം, തൊഴിൽ, സമാനാവകാശങ്ങൾ എന്നിവയിൽ നിന്ന് വഞ്ചനപ്പെടുന്നു. ഇന്നും ജാതി പേരിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളും വ്യത്യാസവും സാമൂഹിക അസമത്വവും നമ്മുടെ സമൂഹത്തിൻ്റെ കഠിന സത്യമാണ്. ഇത് നമ്മുടെ ചിന്തന ശൈലിയും വികസനവും പരിമിതപ്പെടുത്തുന്നു. മതം അടിസ്ഥാനമായി വ്യക്തിയുടെ ആത്മികവും നൈതികവും പുരോഗതിക്കായി ഉണ്ടാക്കിയതായിരുന്നു. കാലക്രമേണ വിഭജനം സംഘർഷത്തിൻ്റെ വഴി ആയി മാറി. ഇന്നത്തെ കാലത്ത് മതം രാഷ്ട്രീയത്തിൽ വോട്ടർ ബാങ്കായി ഉപയോഗിക്കുന്നു. ഇത് മതകഠിനത്വവും അസഹിഷ്ണുതയും വർദ്ധിപ്പിക്കുന്നു. ജാതി മതവ്യത്യാസങ്ങളെ അപ്രകാരമാക്കാൻ ഏറ്റവും പ്രധാനമായത് നമുക്ക് നമ്മുടെ സ്വയം പ്രകൃതിക്ക് സമർപ്പിച്ച് രാം നാരായൺ രാം എന്ന നാമവുമായി ബന്ധപ്പെടുകയാണ്. ജാതിയും മതവും സാമൂഹികവും ആത്മികവുമായ പുരോഗതിയുടെ ഉപകരണങ്ങളല്ല. ഇവ മനസ്സുകളിൽ വെറുപ്പ് വിതയ്ക്കുന്നു. ജാതിയും മതവും ഇന്ന് സാമൂഹിക അസമത്വത്തിനും സംഘർഷത്തിനും കാരണമായിരിക്കുന്നു. ഇപ്പോൾ ഈ എല്ലാ വ്യത്യാസങ്ങളും അവസാനിപ്പിച്ച് സമത്വാധിഷ്ഠിതവും മതനിരപേക്ഷവും പുരോഗമനവുമായ ഒരു സമൂഹം നിർമ്മിക്കേണ്ട സമയം ആണ്. ഇത് സാധ്യമാകാൻ നമ്മുടെ വിവേകം, നമ്മുടെ മനസ്സ് കേട്ടും പ്രകൃതിയുമായി ചേർന്നു രാം നാരായൺ രാം ജപം പതിവാക്കേണ്ടതാണ്. പ്രകൃതിയാണ് ഏറ്റവും വലിയ മതം. എല്ലാ വ്യക്തിക്കും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി രാം നാരായൺ രാം എന്നതിന് സമീപിക്കുമ്പോൾ ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു. ആ പുതിയ കാഴ്ചപ്പാട് നമ്മെ പുതിയ ഊർജം നൽകുന്നു, ജീവിതം വിജയകരമാക്കുന്നു. രാം നാരായൺ രാം വഴി ആളുകൾക്ക് എന്നും തങ്ങളുടെ ചിന്തകൾ സാനുകൂലമാക്കാൻ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക, സാധ്യമായിടത്ത് എല്ലാവരുടെയും ക്ഷേമം ചെയ്യുക. രാം നാരായൺ രാം മുഖേന സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് നെഗറ്റീവ് ഊർജം. എപ്പോഴും
തീർക്കാൻ ശ്രമിക്കുന്നു. ഇതുവഴി സമൂഹത്തിലെ ഇരുട്ട് നീങ്ങി ജാഗ്രതയുടെ പ്രകാശം വ്യാപിക്കും. രാം നാരായൺ രാം വഴി ജനങ്ങളുടെ ജീവിതം വിജയകരമാവുകയും അവർ തുടർച്ചയായി വിജയപഥത്തിൽ മുന്നേറുകയും ചെയ്യുന്നു.